ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ പത്തിരി ഉണ്ടാക്കാനാണ് കേട്ടോ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ പത്തിരിക്ക് ഇതാ വെള്ളമൊക്കെ തിളയ്ക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഉപ്പിട്ട് വെച്ചതാണ് കേട്ടോ വെള്ളത്തിൽ. അതിനനുസരിച്ച് ഞാൻ അവിടെ പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പത്തിരി ഉണ്ടാക്കാൻ വലിയ എക്സ്പെർട്ടൊന്നുമല്ല. പത്തിരി ഉണ്ടാക്കാൻ നല്ല മടിയാണ് എനിക്ക് ഒരുപാട് ടൈം പത്തിരിക്ക് ഉണ്ടാക്കാൻ സമയം എടുക്കും കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ പത്തിരി ഉണ്ടാക്കാറില്ല. വല്ലപ്പോഴാണ് പത്തിരി ഉണ്ടാക്കാറ്. ഇന്ന് ഉണ്ടാക്കാനുള്ള കാരണം ഞാൻ എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് ഒന്ന് പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പോൾ പത്തിരിക്ക് കറി ഇന്ന് ബീഫ് വറുത്തരിച്ച കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ മാവൊക്കെ ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് മൂടി വയ്ക്കുക കേട്ടോ. ഇനി മൂടി വെച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് പ്രസ്സിൽ പരത്തിയെടുക്കാം. എനിക്ക് കൈ കൊണ്ടൊന്നും ഞാൻ പരത്താൻ എനിക്ക് അറിയില്ല. പത്തിരി ആവില്ല, ഭൂപടക്കായി വരും. അത് കാരണം ഞാൻ പ്രസ്സുമലാട്ടോ പരത്തൽ. അപ്പോൾ ചെറിയ കുഞ്ഞു പത്തിരി ആക്കിയിട്ടാണ് പരത്തിയെടുക്കുക. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് നമ്മളെ മാവ് ഇവിടെ റെഡി ആയിങ്ങാണ്ട് ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കറിക്കുള്ള പ്രിപ്പറേഷൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഞാനത് അടച്ച് വയ്ക്കാൻ പോവാണ്. ഇനി അതിൻ്റെ ഇടയിൽ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു തക്കാളി, 2-3 പച്ചമുളക് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങും കൂടി ഇരുന്നുണ്ട് കേട്ടോ ബീഫ് കറിയിൽ. അപ്പം ആദ്യം ഞാൻ ഉള്ളിയും തക്കാളി ഇതൊക്കെ വാട്ടിയതിന് ശേഷം ഉരുളക്കിഴങ്ങും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇനി നമ്മൾ ബാക്കി പരിപാടിയിൽ നോക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരി ഉണ്ടൊക്കെ ആക്കി പരത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കറി നല്ല തിളച്ച് വന്നപ്പോൾ ഞാൻ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് എന്നിട്ട് ഇത് തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങയൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ വറുത്ത് വെച്ചതാണ് കേട്ടോ, എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട്. രാവിലെ ഒരു ചെകപ്പുകാവല്ലോ അറിയാലോ. അപ്പോൾ അത് കാരണം അങ്ങനെ ആക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഒന്ന് തിളച്ച് പക്ഷേ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് ഒന്ന് തൂമിച്ചെടുത്താൽ നമ്മളെ കറി സെറ്റായി. അപ്പം അതിൻ്റെ ഇടയിൽ പത്തിരി അവിടെ ഞാൻ പരത്തിങ്ങാണ്ടിരിക്കുന്നുണ്ട്. വേറെ ആരുമില്ല, നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഓൾമോസ്റ്റ് എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പത്തിരിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പത്തിരി ഇതുപോലെ പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കറി തൂമിക്കുന്നുണ്ട് കേട്ടോ. നമ്മളവിടെ കറി തൂമിക്കുക എന്നാണ് കേട്ടോ പറയുക. വറവാക്കുക എന്നുള്ളതിന് തൂമിക്കുക എന്നാണ് പറയുക. ഉള്ളിട്ടിട്ട് മൂപ്പിച്ച് എടുക്കുന്നതിന് തൂമിക്കുക എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ അത് തൂമിച്ചത് ഞാൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുളക് ഇവിടെ പോവാനായി